ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ തമ്മിൽ കണ്ട മാതിരി ഞാൻ ഇന്ന് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ മാർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോയി ഹോൾ ടിക്കറ്റ് വാങ്ങി, അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ബിക്കോസ് ഇപ്പം ഞാൻ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ള ആ ഒരു ത്വര അങ്ങനെയെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാഗിലുണ്ടായിരുന്ന ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് ടേബിളിലേക്ക് വെച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലാപ്ടോപ്പ് അവിടെ ഇരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു എന്താ പറയുക ഒരു സംഭവം അത് ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മാർക്ക് ഷീറ്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നിങ്ങൾക്കത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആദ്യം ഈ ഒരു ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്തായാലും ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിൻ്റെ എനിക്കൊരു 2 ബുക്ക് വെച്ചിട്ട് എന്തായാലും ഉണ്ടാവും. അക്കൗണ്ടൻസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ അത് 4 ബുക്കാണ്. ബിക്കോസ് അസൈൻമെൻറ്റ് ബുക്ക് 2 ഉണ്ട്, അതുപോലെ നോട്ട് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഓരോ സബ്ജക്റ്റ് വൈസ് ബുക്കുകൾ തിരിച്ചിട്ട് എക്സാമിൻ്റെ ഒരു ഡേറ്റ് അനുസരിച്ച് ഏത് എക്സാമാണോ ഫസ്റ്റ് അങ്ങനെ ഞാൻ ബുക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എന്തായാലും എടുക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. ആ ബുക്ക് അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ത്വര വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കെന്തായാലും ഇതുവരെ അത് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയെങ്കിലും ഞാൻ പഠിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു. ആൻഡ് ഈ ഒരു ഫയലിൽ എൻ്റെ ഈ ഒരു +1 എടുത്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസേഴ്സും ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ഫയൽ എനിക്ക് 10th ഉണ്ട്, 9th ഉണ്ട് കേട്ടോ. എന്തായാലും ഇനി മാർക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇംഗ്ലീഷാണ് ഫസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എൻ്റെ മാർക്ക് വരുന്നത് 78 കേട്ടോ. എനിക്ക് ആ ഒരു ഫസ്റ്റത്തെ ഒരു 1 വേർഡും പിന്നെ ഒരു ഗ്രാമറുമാണ് മാർക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി തിയറി ആയിട്ടുള്ള ഡിസ്കോഴ്സസിനൊക്കെ എനിക്ക് നല്ലോണം ഫുൾ മാർക്ക് ഉണ്ട്. എൻ്റെ ഹിന്ദിയുടെ കേസിൽ വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് 79 കേട്ടോ. എനിക്ക് 1/2 മാർക്ക് വെച്ച് ആ ഒരു ട്രാൻസ്ലേഷൻ 1/2 മാർക്കും അതുപോലെ ഒരു കോൺവെർസേഷൻ ഇതുണ്ടായിരുന്നു, അതാണ് എനിക്ക് 1/2 മാർക്ക് പോയത്. ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു 2 പക്ഷേ അതൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഓൾറെഡി എഴുതിയതിന് തന്നെ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അക്കൗണ്ടൻസി ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 59 മാർക്ക്. ആൻഡ് ആ ഒരു മാർക്ക് പോയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിപ്രീസിയേഷൻ്റെ കണക്ക് വന്നിട്ട് ജേർണൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് എഴുതിയിട്ടില്ല, അതാണ് എനിക്ക് അവിടെ മാർക്ക് പോയത്. ആൻഡ് ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസിൽ എനിക്ക് ഫുൾ മാർക്കാണ്. ബട്ട് പബ്ലിക് എക്സാമിന് ഇതേ മാർക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ബിക്കോസ് ഇനി കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് അതുപോലെ ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാം. ഇപ്പോൾ പബ്ലിക് എക്സാമിന് എളുപ്പമായിരുന്നു വെച്ചിട്ട് മോഡൽ എക്സാമിന് എളുപ്പമായിരുന്നു വെച്ചിട്ട് പബ്ലിക് എക്സാം എളുപ്പമാണെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ആൻഡ് ഇനി എക്കണോമിക്സിൻ്റെ കേസിൽ വരാണെന്നുണ്ടെങ്കിൽ എനിക്ക് 79 കേട്ടോ മാർക്ക്. എനിക്ക് ആ ഒരു തിയറിയുടെ അവിടെ 1 മാർക്ക് പോയിട്ടുണ്ടായിരുന്നു, അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയുള്ളത് ഓപ്ഷണൽ സബ്ജക്റ്റാണ്. ആൻഡ് ഞാൻ എടുത്തേക്കുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാർക്ക് വരുന്നത് 60 കേട്ടോ. ആൻഡ് എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ട്രിക്കി ആയിട്ടുണ്ടായിരുന്നു ഞാൻ, ബട്ട് എക്സ്ട്രാ എഴുതിയോണ്ടാണ് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയത്. ഇതെല്ലാം എല്ലാ പരീക്ഷയ്ക്കും ഞാൻ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ മാർക്കൊക്കെ ഇങ്ങനെയാണ്, നിങ്ങളുടെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച കുറച്ച് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളാണ് കേട്ടോ. എക്സാമിൻ്റെ തൊട്ട് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് സമ്മറി നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ പോയത്തിൻ്റെയാണ് ഞാൻ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചേക്കുന്നത്. ചാപ്റ്റേഴ്സിന് അങ്ങനെ ഞാൻ എഴുതിയിട്ടില്ല. എന്തായാലും ഇനിയിപ്പോൾ ഇംഗ്ലീഷ് ഇരുന്ന് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇതുവരെ ഒരു എക്സാമിന് പോലും ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ട് പോയിട്ടില്ല. അപ്പോൾ അതിരുന്ന് വായിക്കണം എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളത്. +1 SSLCക്ക് പോലും ഞാൻ ആ ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റ് വായിച്ചിട്ട് പോയിട്ടില്ല. അതങ്ങനെയാണ്, എനിക്കെന്തോ വായിക്കുമ്പോഴേക്കും ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.